വിഷുനാളിൽ കർഷകഭവനങ്ങളിൽ പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്നൊരു ആചാരമാണിത്. വിത്തിറക്കുന്നതോടൊപ്പം തന്നെ കന്നുകാലികൾക്കും കാളകൾക്കും കണി കാണിക്കുക, അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നൽകുക എന്നുള്ളൊരു ചടങ്ങ് നിലവിലുണ്ട്. അത് വർഷങ്ങളായി എന്നും തുടർന്നു പോരുന്നൊരു ഭവനമാണ് കൊടവരത്തെ ദാമോദരേട്ടൻ്റെ ഭവനം. നമ്മൾ ഇപ്പോൾ ആ കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത്. പശുക്കൾ ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നൽകുന്നതുകൊണ്ട് അവർക്കറിയാം എന്തെങ്കിലും ഒന്ന് കിട്ടുന്നില്ലത്. അപ്പോൾ അവരെ ദീപം കാണിച്ച് അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ കൊടുക്കുന്നതോടുകൂടി ഈ ഒരു വർഷം ആരംഭിക്കുന്നു. നാടിനും വീടിനും ഒന്നാകെ കാർഷിക സമൃദ്ധി നൽകുന്ന ഈ സമൃദ്ധിക്ക് തുടക്കമിടുന്ന വിഷുദിനത്തിൽ കർഷകരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പശുവിന് അവയെ ആദരിക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി കർഷകർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുറി ഇട്ട് അവരെ വേണ്ട പോലെ പരിപാലിച്ച് അവർക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ അതുകൂടി ചെയ്യുന്ന അത് ഇതിൻ്റെ ഒരു ഐതിഹ്യം, ഇതിൻ്റെ രീതി എങ്ങനെയാണ്? പണ്ട് കാലങ്ങൾ മുതലേ ഹിന്ദു കുടുംബങ്ങളിൽ വിഷു ഒന്നാം തീയതി പൊതുകൊള്ളുന്ന അതുപോലെ തന്നെ കാലിക്ക് കണികെട്ടൽ, ഗോക്കൾ ആരാധിക്കുന്ന ഒരു സന്ദർഭം ആണ് വിഷു ഒന്നാം തീയതി. അപ്പോൾ മേടമാസം നൽപ്പൊഴുത് എന്ന് പറയുന്ന ഒരാചാരം പണ്ട് മുതലേ ഉണ്ട്. പണ്ട് ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം കയ്യിലേന്തി ഗോക്കളെയും ഗോപകുമാരെയും രക്ഷിച്ച ആ ഒരു പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നും അങ്ങനെ ഇത് അങ്ങനെ ഇത് നിലകൊള്ളുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം കയ്യിലേന്തിയിട്ട് അവർ രക്ഷിച്ച ഗോക്കളെയും പിന്നെ മനുഷ്യർ ഗോക്കളെയും പിന്നെ ഗോപാലന്മാരെയും രക്ഷിച്ചതിൻ്റെതുമായിട്ട് സ്വർഗത്തുനിന്ന് കാമധേനു, അതായത് പിന്നെ ഗോമാതാവായ കാമധേനു പിന്നെ ഭൂലോകത്തേക്ക് വന്നിട്ട് ശ്രീകൃഷ്ണനെ പാല് കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ഗോവിന്ദ എന്ന പേരും പിന്നെ വിളിച്ചു. അങ്ങനെയാണ് ശ്രീകൃഷ്ണനെ ഗോവിന്ദ എന്നുള്ള പേര് ഇന്നും വിളിക്കുന്നതിൽ ഒരു ഐതിഹ്യം. വയലിൽ നടത്ത കാര്യത്തിൽ കുറച്ച് അല്പം ചെറിയ രീതിയിലൊന്ന് വയലിൽ വിഷു എന്ന് പറഞ്ഞാൽ പൊഴുതുകൊള്ളൽ എന്നുള്ളൊരു പരിപാടി കൊണ്ട് മുതലുണ്ട്. ഒരു കണ്ടത്തിൻ്റെ കന്നി ഭാഗത്ത് ഒരു ചെറിയ കുറച്ച് സ്ഥലം വൃത്തിയാക്കിയിട്ട് അതിൽ വിത്തും വിളക്കും ഒരളന്നറും കൊണ്ടുപോയിട്ട് അത് ഇലയിൽ പിന്നെ കാഞ്ഞിരത്തിൻ്റെ ഇലയിൽ 3 പ്രാവശ്യം നെല്ല് നുള്ളിയിട്ട് അവിടെ വെച്ചിട്ട് വിത്ത് ഇട്ടിട്ട് അത് മണ്ണും മൂടിയിട്ട് ആ ഇളന്നറിൻ്റെ വെള്ളം അതിൽ അഭിഷേകം ചെയ്തിട്ട് വെക്കുന്ന ഒരു പരിപാടി. അത് കാർഷിക സമൃദ്ധി ഏത് സമയത്ത് മഴ പെയ്താലും അന്ന് ചില വരണ കാർത്തികയോ അതല്ലെങ്കിൽ പിന്നെ ആഴ്ച നല്ല ദിവസമോ അങ്ങനത്തെ എല്ലാം നോക്കേണ്ടതില്ല. വിഷു ഒന്നാം തീയതി പൊഴുതു കൊണ്ട് കഴിഞ്ഞാൽ ഏത് സമയത്ത് മഴ പെയ്താലും വിത്തിടാം കർഷകന്. അതൊരു ആചാരം. ഓക്കെ, ഇതാണ് നമ്മുടെ വിഷുവിൻ്റെ ശരിയായ വിഷു. ഇങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ ആചരിച്ചിരുന്നത്, പുലർത്തിയിരുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു നല്ല സമൃദ്ധിയുടെ കാലത്തിന് വേണ്ടിയിട്ട് വിത്തിറക്കുന്ന ദിവസമാണ് വിഷു ദിവസം. എല്ലാവർക്കും പിന്നെ നല്ലൊരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം അനിൽ പുളിക്കാൽ.